എന്തുവാ മൊബൈൽ നോക്കി ഇരിപ്പാണ്. ഈ പത്രം വായിക്കുന്നതിനേക്കാളേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മൊബൈൽ നോക്കുന്നതാണ് നല്ലത്. എന്തെല്ലാം കാര്യങ്ങളാണ് ലോകം മൊത്തം ഇതിനകത്ത് കാണാലോ. ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ട് വരിക. ഡോക്ടറെ കണ്ടായിരുന്നോ? ഡോക്ടറെ കണ്ട് ഇപ്പോൾ വയറ്റ് വേദന എന്ന് പറഞ്ഞപ്പോഴേ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് തലവേദനയെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ. സ്കാൻ ചെയ്യാൻ പറഞ്ഞില്ലയോ? പിന്നെ പറയത്തില്ലേ, ഇപ്പൊ അതൊരു പാഷനല്ലേ. അത് അവർക്ക് ഇതിനകത്ത് ഒരുപാട് കമ്മീഷൻ കിട്ടും. അതിന് ഒരു സ്കാൻ ചെയ്യാൻ പോയി അത് ചെയ്തല്ലേ പറ്റൂ. നോക്കത്ത് പോലുമില്ല. സ്കാൻ ചെയ്ത് കൊണ്ടുപോകുന്ന റിപ്പോർട്ട് നോക്കത്ത് പോലുമില്ല. കമ്മീഷൻ അവിടുന്ന് കിട്ടും. ഡോക്ടർമാർക്കൊക്കെ കാശിനോട് എന്തൊരാക്രാന്തമായത്. നല്ല ഡോക്ടർമാരുണ്ട്, നല്ല മനസാക്ഷിയുള്ളത്. ചില ഡോക്ടർമാരേ ഉള്ളൂ. കൂട്ടത്തില് ഈ പറഞ്ഞ കണക്ക് ഒരു 100 ഒരു 10-80%. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് അസുഖത്തിന് പോയാൽ 6000-7000 രൂപയാവും. ഒരു സാധാരണക്കാരനെ കൊണ്ടത് പറ്റത്തില്ല. എന്നാൽ പിന്നെ സർക്കാർ ആശുപത്രി പോകണമെന്ന് വിചാരിച്ചാൽ ഒരു ഡോക്ടറും കാണും, ഒരു 10-200 രോഗികളും കാണും. രോഗികളെ കാണുമ്പോൾ തന്നെ ഈ ഡോക്ടർമാർക്ക് ശ്വാസം മുട്ടില്ല. എന്തോ ചെയ്യാൻ, ഒരു അസുഖം വന്നാലേ ഡോക്ടറെ കാണാനൊക്കെ പേടിയായിപ്പോകും. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു പരസ്യം കണ്ടു. നിങ്ങൾക്ക് മരണശേഷവും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കാണണമെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ദാനം ചെയ്യുക. ആരായാലും ചെയ്തു പോകത്തില്ലയോ? ഇന്ന് വലിയ തമാശ നടന്ന് ആശുപത്രി ചെന്ന ലിഫ്റ്റിൽ കയറിയപ്പം ഒരു പെൺകുട്ടി, കൂടെ ഒരു കുട്ടിയുമുണ്ട്. ഞാൻ ചോദിച്ച് ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? ഞാൻ അറിയുന്ന ലിഫ്റ്റില്ലായോ ഞാൻ ചോദിച്ചത്. അവര് വേറെ രീതിയിൽ അങ്ങ് തെറ്റിദ്ധരിച്ചു. അവര് പറയാം അവരുടെ അനിയത്തിയുടെ കുട്ടിയാണ്, അവര് കല്യാണവും കഴിച്ചിട്ടില്ല. അബദ്ധമല്ലേ ഈ സ്ത്രീകളോടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത്? സൂക്ഷിച്ച് വേണം. ഇപ്പോഴത്തെ കാര്യം അറിയാമല്ലോ. അപ്പോഴേ ഞങ്ങൾ ഇറങ്ങട്ടോ, വൈകിട്ട് കാണാം. അവര് പോയോ? പോയി. എടീ, വീട്ടിൽ ഒരാൾ വരുമ്പോഴേ ഒരു വെള്ളം കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ. മറ്റൊരു വെള്ളം വേണമെന്നെങ്കിലും ചോദിച്ചൂടെ? വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അവര് പോയത് ഞാൻ അറിഞ്ഞോ? മദ്യപിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. സ്ഥിരമായി മദ്യപിക്കുന്ന വ്യക്തികൾക്ക് ക്യാൻസർ, കരൾ വീക്കം, ഹാർട്ട് അറ്റാക്ക്, അൾഷിമേഴ്സ് എന്നിവ വരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളൊരു 10 പ്രാവശ്യം ആയിരും. എൻ്റെ പൊന്നെ, ഞാനിത് നിർത്തി. ഇനി ഞാനിത് കൈകൊണ്ട് തുടത്തില്ല. രക്ഷപ്പെട്ടു. കുടിയെ നിർത്തിയാലും അല്ല പറയുന്നത്. ഞാനേ ഈ പത്രം നിർത്തുന്ന കാര്യമാണ് പറയുന്നത്. മനുഷ്യനെ ആവശ്യമില്ലാതെ വിഷമിപ്പിക്കാൻ ഓരോന്ന് പടച്ചിറക്കും. ചുമ്മാ പേടിപ്പിക്കാന്നേ. നിങ്ങൾ നന്നാകത്തില്ല മനുഷ്യ. നിങ്ങളുമായിട്ടുള്ള ജീവിതം എനിക്ക് മതിയായി. മിക്ക പെണ്ണുങ്ങൾ ചിന്തിക്കുന്നതേ എന്താണെന്ന് അറിയാമോ? ഇത് നല്ലൊരു വീട്ടിൽ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ, നല്ലൊരു അമ്മായിമ്മ കിട്ടിയിരുന്നെങ്കിൽ, ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾ വിചാരിക്കുന്ന. പക്ഷെ അതുപോലെ അവരുടെ അമ്മായിമാർ ചിന്തിക്കുന്നത് ഒരു നല്ല മരോളെ കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളെ കുറ്റം കൊണ്ട് വല്ല കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് ഇങ്ങനൊരു ചിന്തയും ഉണ്ടാകത്തില്ലല്ലയോ? ഒരിക്കലും ഇല്ല. ഈ തലയിൽ കയറിയ ഭാരം ഉണ്ടല്ലോ, തോന്നോട് അടങ്ങുക, അത്രേ ഉള്ളൂ. ഭാര്യമാരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിന്നില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള സാധാ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ മനുഷ്യ? ഒരു സിനിമയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? നിന്നെ അസൽ കൊണ്ടുപോയിട്ടില്ലേ? എന്നാ? ഏത് കാലത്ത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ. അപ്പുറത്ത് അമ്മണിയുടെ ഭർത്താവും അവര് രണ്ടുപേരും എല്ലാ ഞായറാഴ്ച സിനിമയ്ക്ക് പോകും, ഹോട്ടലിൽ പോകും, ബീച്ചിൽ പോകും. എന്താ കുഴപ്പം? നിങ്ങൾ ഇതുവരെ ഒരു സിനിമയ്ക്ക് പോകാൻ വിളിക്കാത്തേതാ? സത്യം പറയാമല്ലോ, 1-2 പ്രാവശ്യം ഞാൻ അമ്മണിയെ സിനിമയ്ക്ക് പോകാൻ വിളിച്ചതാ. പക്ഷെ അവൾ നിന്നോട് പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അന്ന് ഞാൻ നിർത്തിയതാ. നിങ്ങൾ എന്നെ കെട്ടിയോ? അന്നോട്ട് എന്റെ ജീവിതം പോയി. എടീ, ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. അതറിയാവോ? ഈ ചവിട്ടുപടിയുടെ പണി എന്ന് തീരും? പല കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു നശിച്ച കുടുംബം ഞാൻ കണ്ടിട്ടില്ല. എടീ,
കുടുംബത്തിലെ ഭർത്താവാണ് ഈ തല. അതെനിക്ക് മനസ്സിലായി. ഭർത്താവ് തലയാണെങ്കിൽ ഭാര്യ കഴുത്താ. ഈ തല എങ്ങോട്ട് പോണോന്നേ ഈ കഴുത്ത് തീരുമാനിക്കും. ഓ, ഞാൻ തോറ്റി തന്നിരിക്കുന്നു പൊന്നേ. ഇന്നേ നിന്നോട് ഞാൻ തർക്കിക്കാൻ വന്നതല്ല. ഇന്ന് കണ്ണിന് മരുന്നൊഴിക്കേണ്ടതാ, രാവിലെ ഒഴിക്കേണ്ടതാ. നീ അത് മറന്നുപോയില്ലേ? മരുന്ന് ഒഴിക്കാൻ ഞാൻ വന്നതാ. നിങ്ങളുടെ തിരക്കൊന്നും ഒഴിയണ്ടേ? മരുന്ന് ഒഴിച്ചാൽ 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഇതുപോലെ വായിൽ ഒഴിക്കുന്ന മരുന്ന് കിട്ടുമോ? നിങ്ങൾക്ക് എന്തിനാ വായിലൊഴിക്കുന്ന മരുന്ന്? എനിക്കല്ല, നിനക്കാ. നിന്റെ വായിലേ ഈ മരുന്ന് ഒഴിച്ചാൽ 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കുമല്ലോ. എനിക്ക് അത്രയും സ്വസ്ഥത കിട്ടുമല്ലോ. ഞാൻ മിണ്ടുന്നതോ കുഴപ്പമില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ശല്യമാ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. ഞാൻ പോയിട്ട് വരാം. നീ ഭാര്യ വീട്ടിൽ പോയ പെണ്ണും വെള്ളത്തിലിറങ്ങിയ പോത്തും ഒരുപോലെ, രണ്ടിനെയും വലിച്ചു കയറ്റാൻ പ്രയാസം. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടല്ലോ. എടീ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഭർത്താവ് മരിച്ച നീയൊക്കെ എന്തോ ചെയ്യുന്നവർ? ഞാൻ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. ഞാനേ എൻ്റെ കല്യാണം കഴിക്കാത്ത അനിയത്തി ഉണ്ടല്ലോ, അവളെ കൂടെ പോയങ്ങ് താമസിക്കും. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യേ? നീ ഇപ്പോൾ പറഞ്ഞില്ലയോ ഞാൻ മരിച്ചതിൻ്റെ പിന്നെ അനിയത്തിനോടൊപ്പം താമസിക്കും, കല്യാണം കഴിക്കാത്ത. അതുപോലെ തന്നെ ഞാനും എൻ്റെ കല്യാണം കഴിക്കാത്ത അനിയത്തി ഇല്ലയോ, അവളോടൊപ്പം പോയി അങ്ങ് താമസിക്കും. അല്ലേലും നിങ്ങളെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. എനിക്ക് നിങ്ങൾക്ക് ശൃംഖരിച്ചിരിക്കാൻ സമയമില്ല. കടയിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങിക്കണം. അടുക്കളയിൽ ഒരു സാധനവും ഇല്ല. ഈ ഒരു കാര്യം ചെയ്യും, തുണ്ട് എഴുതാ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, നിങ്ങൾക്ക് അതിന് സാധനങ്ങൾ നോക്കിയെടുക്കാൻ അറിയാവോ? കറക്റ്റ്, നീ പറഞ്ഞാടി ശരി. അതിൻ്റെ ഒറ്റ തെളിവാ നീ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ?